ഹായ് ഹലോ എൻ്റെ സ്വന്തം നാടായ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റത്തിന് പോവാട്ടോ. അപ്പോൾ രാത്രി 10:55 കൊടിയേറ്റം. അപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റഷാണ്. സൺഡേ കൂടി ആയതുകൊണ്ട് ഭയങ്കര റഷാട്ടോ. പിന്നെ റൈഡൊന്നും ഓപ്പൺ ആയിട്ടില്ല. കൊടിയേറ്റം കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റും അതുപോലെ തന്നെ റൈഡൊക്കെ ഓപ്പൺ ആവും. പിന്നെ അത്യാവശ്യം ഈ സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. സാധാരണ ഇങ്ങനെ സ്റ്റാളൊന്നും ഇത്ര ഫസ്റ്റ് ഡേ ഒന്നും ഓപ്പൺ ആവത്തില്ല. അങ്ങനെ ദേ കൊടിയേറ്റം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കണ്ടു അത്രയും റഷാണ്. അതുകൊണ്ട് അവിടെ നിന്നിട്ട് തന്നെ കാണാമെന്ന് വിചാരിച്ചു. കറക്റ്റ് 10:55 തന്നെ കൊടിയേറിയായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് 8 ദിവസം ഉത്സവത്തിന്റെ മേളം തന്നെയായിരുന്നു കേട്ടോ. കണ്ണൂർ ജില്ലയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് നമ്മുടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ഒരുപാട് ദൂരം നിന്നൊക്കെ ആൾക്കാർ ഈ ഒരു അമ്പലത്തിലെ ഉത്സവം കാണാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കൊടിയേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലം ഫുള്ളായിട്ട് ലൈറ്റ്സ് ഓണായി കാണാൻ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യമായിരിക്കും കേട്ടോ. കൊടിയേറ്റം കഴിഞ്ഞപാട് തന്നെ ആ ഒരു പരിസരത്ത് നിന്ന് ചെറിയൊരു പൂവടി ഉണ്ടാവുക. ഇതെല്ലാം മെയിനായിട്ടുള്ള പൂവടി. ഇതിന് ശേഷം വലിയൊരു പൂവടി ഉണ്ട്. അത് കുറച്ച് സമയം കഴിയും. പിന്നെ ആ ഒരു സമയത്ത് അത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിട്ടൊരു കാര്യമാണ്. കാരണം അത്രയും ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് നടന്ന് പോകാമെന്നുള്ളത് അതിലും വലിയ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പൊതുവേ ആ ഒരു പൂവടി കാണാൻ നിൽക്കാറില്ല. ഈ ഒരു പൂവടി കണ്ടിട്ട് അങ്ങ് വീട്ടിലേക്ക് പോകാറാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അമ്പലം ഒന്ന് ചുറ്റിക്കറങ്ങണം. അതുപോലെ നീലിമയും മുൻഷിയും കൊടിയേറ്റത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വേണം അവരെ ഒന്ന് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ തേടി പിടിച്ച് കണ്ടുപിടിക്കാനായിട്ട്. അതും ഒരു ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. ഒന്നാമത് നെറ്റ്വർക്ക് കിട്ടത്തില്ല, കോളും നമുക്ക് അധികം പോകത്തില്ല. എന്നാലും നോക്കാം, കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പൂവടിയും കണ്ട് നേരെ ഒരു ബജി അങ്ങ് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ബജി ആട്ടോ വാങ്ങിയത്. അതും കൂടി കഴിച്ചിട്ട് ഇനി നീലിമേനെയും മുൻഷേനെയും കണ്ടുപിടിക്കാനുള്ള തിരക്കാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര റഷാണ്. ഈ ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയല്ലോ ഞാനും നീലിമയും കണ്ടുമുട്ടി കേട്ടോ. ഇനി മുൻഷേനെ കാണൽ അതിലും വലിയ ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് മുൻഷേനോട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് മുൻഷൻ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം വാങ്ങി കുടിച്ചു. അപ്പോൾ പൂവടി കാണാൻ പോകുന്ന ആൾക്കാരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ. കാരണം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് പൂവടി ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ഐസ്ക്രീം കൂടി വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീണ്ടും അടുത്ത ഉത്സവ വിശേഷങ്ങളായിട്ട് വരാട്ടോ.